ഓക്കെ, ഇത് ആവറേജിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യത്തെ ടൈമിൽ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ടൈമിൽ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അടുത്ത തവണ തൊട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാം. 3 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ആവറേജ് ഓഫ് എനി ടു ഓഫ് ദം. ഇപ്പൊ 3 നമ്പർ ABC ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ആവറേജ് മൂന്നാമത്തേതുമായി കൂട്ടാൻ നേരത്ത്, അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ഓഫ് എനി ടു ഓഫ് ദം ആഡഡ് ടു ദ തേർഡ് നമ്പർ, ദെൻ ഇതായിരിക്കും അവസ്ഥ. ഓക്കെ, ആദ്യത്തെ കേസിൽ 177, രണ്ടാമത്തെ കേസിൽ B+C എന്നെടുക്കുക, അടുത്ത A ഇവിടെ എടുക്കുക, 163. മൂന്നാമത്തെ കേസിൽ C+A എന്നെടുക്കുക, by 2 എന്നെടുക്കുക, ഇവിടെ B എന്നെടുക്കുക. ഓക്കെ, ആഡ് ചെയ്യുക 138. ഇനി നിങ്ങൾ രണ്ട് സൈഡും ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ, ഇത് നിങ്ങൾ കൂട്ടുമ്പോൾ A+B+, 2 ടൈംസ് A+2 ടൈംസ് B 2 ടൈംസ് C/2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് A+B+C തന്നെ കിട്ടും. ഇത് കൂട്ടുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് കൂട്ടുമ്പോൾ A+B+C കിട്ടും. സോ 2 ടൈംസ് A+B+C എന്ന് പറഞ്ഞു കിട്ടും. 2 ടൈംസ് A+B+C എന്ന് പറഞ്ഞു കിട്ടും. അതിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും? അതിൻ്റെ വാല്യൂ 177 പ്ലസ് 163 പ്ലസ് 138 ആയിരിക്കും. അതായത് 478 എന്ന് പറഞ്ഞു കിട്ടും. 478 എന്ന് പറഞ്ഞു കിട്ടും. അതിൽ നിന്ന് A+B+Cൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. A+B+Cൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും? അതിൻ്റെ നേരെ പകുതി എടുക്കുക, 239 എന്ന് പറഞ്ഞു കിട്ടും. 239 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ആക്ച്വലി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം നിങ്ങൾ ഡബിൾ എടുത്ത് വെക്കുക. ഡബിൾ എടുക്കാൻ കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ട് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതെന്തായിട്ട് മാറും? 2C ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? 2A ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? 2B ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 177ൻ്റെ ഡബിള്. 177ൻ്റെ ഡബിള് മീൻസ് 354. അതുപോലെ തന്നെ 163ൻ്റെ ഇരട്ടി. 163ൻ്റെ ഇരട്ടി 376. അതുപോലെ തന്നെ 138ൻ്റെ ഇരട്ടി 276. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് A+B+C അറിയാം. ഇതാണെങ്കിൽ A+B+C+C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു C കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ 354ൽ നിന്ന് 239 കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് കിട്ടും? Cൻ്റെ വാല്യൂ കിട്ടും. 354ൽ നിന്ന് 239 കുറയ്ക്കുമ്പോൾ Cൻ്റെ വാല്യൂ കിട്ടും. 115 എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ 326ൽ നിന്ന് 239 കുറയ്ക്കുമ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യല്ലേ, എയിൻ്റെ വാല്യൂ കിട്ടും. 87 അതുപോലെ തന്നെ 276ൽ നിന്ന് 239 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ബിൻ്റെ വാല്യൂ. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. 115ൻ്റെയും 37ൻ്റെയും ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 115ൻ്റെയും 37ൻ്റെ ആവറേജ്. 115 37 കൂടി കൂട്ടുമ്പോൾ 152. 152ൻ്റെ പകുതി എടുക്കുമ്പോൾ 76. സോ 76 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത തവണ തൊട്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇത് എല്ലാം പിടിച്ച് ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ ഇതെല്ലാം പിടിച്ച് ആഡ് ചെയ്യുക, ബൈ ടു എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് A+B+C കിട്ടും. ഓക്കെ, ദെൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നിൻ്റെയും ഇരട്ടി എടുക്കുക.
ഇത് ഓരോന്നിൻ്റെയും ഇരട്ടി എടുക്കുക. ഓക്കെ, ഇരട്ടി എടുത്ത് വെക്കുക. 354, അതുപോലെ തന്നെ നമ്മൾ 326, 276, ഇങ്ങനെ ഇരട്ടി എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച A+C ഇത് ഓരോന്നായിട്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് 3 വാല്യൂസ് കിട്ടും. അതിലിപ്പോൾ A ഏതാണ്, B ഏതാണ്, C ഏതാണെന്ന് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് വലുതും ചെറുതും ചൂസ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യേണ്ടത്. ഇത്ര എഴുതി പിടിപ്പിക്കാതെ അടുത്ത പ്രാവശ്യം തൊട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിക്കാണ്. നമ്മൾ SSCക്ക് എപ്പോഴും ചെയ്ത് പരിചയമായിട്ട് എക്സാമിന് പോകുമ്പോൾ അവിടെ മാക്സിമം സ്റ്റെപ്പ് കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടാകണം. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്.